ഇന്ന് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആണ്. ഡിഫറെന്റ് ഫാബ്രിക്കിലും ഡിഫറെന്റ് ഒക്കേഷനും നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല എലഗന്റ് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. clouddesigns.com വെബ്സൈറ്റ് ലിങ്ക്. വാട്സ്ആപ്പ് നമ്പർ 9947135468 ആണ്. ഡെയിലി മോർണിംഗ് ഇന്ത്യൻ ടൈം 10:30 AM ആൻഡ് ആഫ്റ്റർനൂൺ 1:30 PM ആണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ കണ്ടു നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം വരുന്നത് പ്യുവർ ലിനൻ ആണ്. സോഫ്റ്റ് പ്യുവർ ലിനനിൽ വരുന്ന കളക്ഷൻസ് ആണ്. നല്ലൊരു പേൾ ക്രീമാണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ നല്ലൊരു പാറ്റേണിലായിരിക്കും ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് സാരിയിൽ. ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ സാരി വരുന്നത്. മുകൾ ഭാഗം വരുന്നത് പ്ലെയിൻ വന്നിട്ട് നല്ലൊരു സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ലോവർ ഏരിയ വരുമ്പോൾ നല്ലൊരു മൾട്ടി കളർ പാലറ്റിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഡിജിറ്റൽ പ്രിന്റ്, അതൊരു ബേർഡ് മോട്ടീവ്സ് ആൻഡ് ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. ഒരു പേർപ്പിൾ, മസ്റ്റേർഡ് യെല്ലോ, പീച്ച്, ആ ഒരു ഗ്രീൻ, ഇങ്ങനെ ഒരുപാട് കളർ പാലറ്റിലാണ് വരുന്നത്. പേൾ ക്രീമിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു എലഗൻ ലുക്കാണ് സാരിക്ക്. സോഫ്റ്റ് പ്യുവർ ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. ഞാൻ 1 ലെയറിൽ കാണിക്കാം സാരി. പ്യുവർ ലിനന്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു തിക്നെസ്സേ ഉള്ളൂ സാരി. വളരെ ഫ്ലോയി ആയിട്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. നല്ലൊരു റിച്ച് ലുക്ക് ആൻഡ് ഒരു ക്ലാസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ കളക്ഷൻസ് ആണ്. മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ ഒരു സിൽവർ സെറിയിലുള്ള ഒരു വി പാറ്റേൺസ് വരുന്നുണ്ട്. പല്ലു വരുമ്പോൾ ഈ ഒരു പോർഷനിൽ ഒരു സിൽവർ സെറി വി പാറ്റേൺസ് ഫുൾ ആ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. ബ്ലൗസും പ്രിന്റഡ് ഫ്ലോറൽ ഡിസൈനിൽ തന്നെ പ്രിന്റഡ് ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. ഒരു ലൈറ്റ് ഒരു റസ്റ്റിക് ഷെയ്ഡിലുള്ള ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ബ്ലൗസ്. സെയിം ആ ഒരു ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. പേൾ ക്രീം തന്നെയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഓഫ് വൈറ്റും പേൾ ക്രീമും കൂടി ബ്ലെൻഡഡ് ആട്ടോ സാരിയുടെ കളർ വരുന്നത്. അതിൽ നല്ലൊരു പേർപ്പിൾ ലാവൻഡർ ആ ഒരു ടോണിലായിരിക്കും ബേർഡ് മോട്ടീവ്സ് ആൻഡ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ ബോഡി കംപ്ലീറ്റ് ആ ഒരു പാറ്റേൺ വരുന്നുണ്ട്. സോഫ്റ്റ് പ്യുവർ ലിനൻ ഫാബ്രിക്. സിൽവർ സെറി വൂൺ പാറ്റേണിലായിരിക്കും സാരിയുടെ മുന്താണിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത് വിത്ത് ബ്ലൗസ്. ഈ സാരിയിൽ ബ്ലൗസിന്റെ ഡിസൈൻസ് വരുമ്പം ആ ഒരു ലാവൻഡർ ടോണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. വീണ്ടും പ്യുവർ സോഫ്റ്റ് ലിനൻ തന്നെ ഡിസൈൻ മാറിയിട്ടുണ്ട്, കളർ പാലറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പോൾ നല്ലൊരു ലോട്ടസ് പിങ്ക്, ഗ്രീൻ ആ ഒരു ടോണിലാണ് ഡിസൈൻസ് വരുന്നത്. ഇതിലും ആ ഒരു ബേർഡ് മോട്ടീവ്സ് ആൻഡ് ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയായിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും കേട്ടോ. പ്യുവർ ലിനൻ ആയതുകൊണ്ട് നല്ല നമ്മുടെ ഷേപ്പിനനുസരിച്ച് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. ക്യാരി ചെയ്യാൻ വളരെ ഈസിയാണ്. നല്ലൊരു ക്ലാസി ലുക്കുമാണ് സാരിക്ക്. മുന്താണി ആ ഒരു സിൽവർ സെറി ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട്. മുന്താണിയുടെ എൻഡിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. പിങ്കിലാണ്, ബേബി പിങ്കിലാണ്. നെക്സ്റ്റ് സാരി വീണ്ടും സെയിം പാറ്റേൺ സെയിം ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ആ ഒരു പ്യുവർ ലിനൻ, സോഫ്റ്റ് ലിനൻ തന്നെ ഫാബ്രിക്. ഈ സാരീസ് എല്ലാം ഒരു മൾട്ടിപർപ്പസ് സാരി എന്ന് പറയാം. നമുക്കൊരു വെഡിങ് റിസപ്ഷൻ അങ്ങനെയുള്ള നൈറ്റ് ഫംഗ്ഷൻസിന് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. കാരണം ഈ ഒരു ഓഫ് ക്രീം ഓഫ് വൈറ്റ് ആയതുകൊണ്ട് കുറച്ചൊരു നല്ലൊരു ഹൈലൈറ്റ് ആയിരിക്കും നമുക്ക് നൈറ്റ് ഫംഗ്ഷന്. സെയിം ടൈം തന്നെ നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അതുപോലുള്ള ചേർച്ച് വെയർ ആയിട്ടുള്ള അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പം എല്ലാ ഫംഗ്ഷനും നമുക്ക് ഒരുപോലെ ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല എലഗൻ സാരീസാണ് വരുന്നത്. ഇതിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു പീച്ചാണ്. പ്രോമിനൻസി കൂടുതൽ പീച്ചിനായിരിക്കും സാരിക്ക് വരുന്നത്. അതിലും ആ ഒരു ബേർഡ് മോട്ടീവ്സ് ആൻഡ് ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയാണ് സാരി വരുന്നത്. സിമ്പിൾ ബോർഡർ, അതേ ആ ഒരു ഓഫ് വൈറ്റിൽ തന്നെയുള്ള സിമ്പിൾ ബോർഡർ സാരിക്ക് വന്നിട്ട് ലോവറിലായിരിക്കും ഈ ഒരു പാറ്റേൺ വരിക സാരി. നല്ല ബ്യൂട്ടിഫുൾ കളർ പാലറ്റിലാണ് എല്ലാ സാരീസും വരുന്നത് കേട്ടോ. മുന്താണി ആ ഒരു സിൽവർ സെറി വൂൺ പാറ്റേൺസ് വരുന്നുണ്ട്. മുന്താണിയുടെ എൻഡിൽ വരുമ്പം ഇതിൽ ബ്ലൗസ് വരുമ്പം ആ ഒരു പ്രോമിനൻസി കൂടുതൽ ഏത് കളറിലാണ് ആ ഒരു ടോണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. വീണ്ടും നല്ല സോഫ്റ്റ് കളർ പാറ്റേണിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതൊരു തുളിപ് ഫ്ലവറിന്റെ ആ ഒരു പാറ്റേണിലാണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് സാരിയിൽ കേട്ടോ. ഒരു ബേബി പിങ്ക് ആൻഡ് സഫയർ ബ്ലൂ ആ ഒരു ടോണിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് വിത്ത് സിമ്പിൾ ബോർഡർ. എൻ്റെ ഒരു സാരിയും സെയിം സ്റ്റൈലിൽ തന്നെ വന്നിട്ട് ആ ഒരു സിൽവർ സെറിയിലായിരിക്കും മുന്നാടിയുടെ എൻഡിൽ ആ ഒരു പാറ്റേൺ വരുന്നത്. ബ്ലൗസിലും ആ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. സ്മോൾ ഫ്ലോറൽ ഡിസൈൻസിലുള്ള പ്രിന്റഡ് ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. സെയിം അതേ ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് വരുന്നത് കേട്ടോ. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇതൊരു ലാവൻഡർ പീച്ച് ആ ഒരു ടോണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി ഫ്ലോറൽ ഡിസൈനിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. ഇതൊരു സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു ലാവൻഡർ ടോണിലാട്ടോ സാരി. ലാവൻഡർ ടോണിൽ ഹാൻഡ് വർക്ക് ആണ്, ഫുൾ ഹാൻഡ് വർക്കിലായിരിക്കും സാരി വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ മുകൾ ഭാഗത്ത് ഡ്രേപ്പ് ചെയ്യുമ്പോൾ അപ്പർ പോർഷൻ കംപ്ലീറ്റ് നല്ലൊരു ഡ്രോപ്പിംഗ്സിന്റെ പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ബോഡിയിൽ സ്മോൾ മോട്ടീവ്സ് ആയിരിക്കും വരുന്നത് സാരി. ഈ ഒരു പാറ്റേണിൽ ഒരു ബേർഡിന്റെ മോട്ടീവ്സിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് ബോഡിയിൽ വരുമ്പോൾ. അത് കൂടാതെ ഒരു വെർട്ടിക്കൽ ഒരു വൂവൺ പാറ്റേൺസ് ഉണ്ട് കേട്ടോ. ഒരു ലൈൻസ് വരുന്നുണ്ട്. വൂവൺ ഡിസൈൻസ് വന്നിട്ടായിരിക്കും ഈ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. നല്ലൊരു ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടുള്ള ആ ഒരു ഹാൻഡ് വർക്കാണ് സാരി വരുന്നത്.
മുന്താണി ഫുൾ ഇതേ പാറ്റേണിൽ തന്നെ. പല്ലു വരുമ്പം ജൂട്ടാണ്, ജൂട്ട് ഫാബ്രിക് വന്നിട്ട് അതിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് കംപ്ലീറ്റ്. നല്ലൊരു കളറിലാട്ടോ, ഒരു ലാവൻഡർ പിങ്ക് ആണ് സാരിയുടെ ബേസ്. അതിന് ഒരു മസ്റ്റേർഡ് യെല്ലോ, ലാവൻഡർ പിങ്ക് ആൻഡ് ബ്രൗൺ, ഗ്രീൻ ആ ഒരു പാറ്റേണിലായിരിക്കും ഈ ഹാൻഡ് വർക്ക് വരുന്നത് പല്ലുവിൽ വരുമ്പോൾ. ബ്ലൗസ് കൂടി ഞാൻ കാണിക്കാം. ബ്ലൗസിലും ഫുൾ ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും ബ്ലൗസും വരുന്നത്. ജൂട്ടിൽ തന്നെയാണ്, ജൂട്ട് സിൽക്കിൽ തന്നെയായിരിക്കും ബ്ലൗസിൻ്റെ ഫാബ്രിക് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിലും കണ്ടോ അതേ ആ ഒരു ബേർഡ് മോട്ടീവ്സും ഈ ഒരു പാറ്റേണിലായിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവിൽ വർക്ക് വരുന്നത്. സാരിയുടെ ഫാബ്രിക് വരുന്നത് ഒരു സെമി സിൽക്കാണ്, സോഫ്റ്റ് സെമി സിൽക്കാണ്, ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ബ്ലൗസ് വരുന്നത് ജൂട്ടിലാണ്. പല്ലുവിൻ്റെ എൻഡ് വരുന്നത് ജൂട്ട് വന്നിട്ട് അതിലായിരിക്കും ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. സാരിയുടെ മുന്താണി ഈ ഒരു സ്റ്റൈലിൽ വരും. ഈ ഒരു പാറ്റേണിൽ സെൽഫ് കളറിൽ തന്നെ ഫുൾ ഹാൻഡ് വർക്കിലായിരിക്കും ബ്ലൗസിന്റെ സ്ലീവ് വരുന്നത്. നെക്സ്റ്റ് കളർ ലാവൻഡർ ആണ്. ഇതിന് മുൻപ് കാണിച്ചത് ലാവൻഡർ പിങ്ക് ആയിരുന്നു കേട്ടോ. ബേബി പിങ്കും ലാവൻഡറും കൂടി ചേർന്ന് വരുന്ന കളറായിരുന്നു ആദ്യം കാണിച്ചത്. ഇത് വരുന്നത് എക്സാക്ട് ആ ഒരു ലാവൻഡർ ടോണിൽ തന്നെ വരുന്നത്. വർക്ക് എല്ലാം സെയിം തന്നെ, അതേ പാറ്റേണിൽ തന്നെയുള്ള ഹാൻഡ് വർക്ക് ആയിരിക്കും. സാരി നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. ആ ഒരു ബേർഡ് മോട്ടീവ്സിൽ തന്നെ ആയിരിക്കും ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ടാവും. അതിന്റെ കളേഴ്സ് മാറി മാറി വരും കേട്ടോ. ഈ ഒരു ബേർഡ് മോട്ടീവ്സിന്റെ കളേഴ്സ് ഓരോ ഡിസൈനിലും ഓരോ പാറ്റേണിലും മാറി മാറി വരും. മുന്താണി ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു. ഫാബ്രിക്കും അതുപോലെ തന്നെ. ബോഡി വരുന്നത് സോഫ്റ്റ് സെമി സിൽക്കിൽ വന്നിട്ട് മുന്താണി വരുമ്പോൾ ജൂട്ടിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്, ജൂട്ടിലായിരിക്കും. ഈ ഒരു സ്റ്റൈലായിരിക്കും മുന്താണി വരുന്നത്. അതേ പാറ്റേണിൽ തന്നെ ജൂട്ട് ഫാബ്രിക്കിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും വർക്ക് വരുന്നത്. അടുത്ത സാരി വരുന്നത് ഒരു ചിക്കു ബ്ലെൻഡഡ് ബേജ് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. നല്ല പാറ്റേണിലാണ്, ആ ഒരു ബേജിനോട് ചേർന്ന് വരുന്ന നല്ലൊരു പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് സാരിയിൽ. ഈ ഒരു നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പം ഈ ഒരു പൊസിഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഒരു ബുട്ടി വർക്കാണ് വരുന്നത് സാരിയിൽ. ഒരു സ്മോൾ ബുട്ടി വർക്കിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ടാവും സാരിയിൽ. പല്ലു എല്ലാം നല്ല പാറ്റേണിലാട്ടോ വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ബോഡി വരുന്നത്. സ്മോൾ പാറ്റേൺ. ഇതിന് ബോർഡർ വരുന്നുണ്ട്, സിമ്പിൾ ബോർഡർ, ഒരു സെറി വുവൺ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. സെമി സിൽക്ക് ആട്ടോ സാരിയുടെ ഫാബ്രിക് വരുന്ന ഒരു സെമി സിൽക്കാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. മുന്തണി ഈ ഒരു സ്റ്റൈലാണ് പല്ലുവിൽ വർക്ക് വരുന്നത്. അതിലൊരു സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട് മുന്താണിയിൽ. അത് കഴിഞ്ഞാൽ ജൂട്ട് വുവൺ പാറ്റേണിൽ ഒരു കാന്താ വർക്ക് ആയിരിക്കും വരുന്നത് സാരിയുടെ മുന്താണി വരുമ്പോൾ. ഫുൾ സാരി ഈ ഒരു പാറ്റേൺ തന്നെ വരുന്നത്. ഇതായിരിക്കും വരുന്നത് പല്ലു. ബ്ലൗസ് വരുന്നത് ഈ ഒരു ലൈൻ പാറ്റേൺ ആണ്, ഒരു സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് ഈ ഒരു സ്റ്റൈലായിരിക്കും സാരിക്ക് ബ്ലൗസ് വരുന്നത്. സ്ലീവിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാറ്റേണിലുള്ള വർക്ക് വരുന്നുണ്ട് ബ്ലൗസിന്റെ സ്ലീവിൽ. സെയിം ഡിസൈനും സെയിം പാറ്റേൺ തന്നെ കേട്ടോ. ലാവൻഡർ പിങ്ക് ആണ്, ബേബി പിങ്കും ലാവൻഡറും കൂടി ചേർന്ന് വരുന്ന കളറിലായിരിക്കും സാരി വരുന്നത്. ഇതിനും ആ ഒരു അപ്പർ പോർഷനിലായിരിക്കും ആ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ട് സ്മോൾ ബുട്ടി വർക്ക് ആയിരിക്കും എൻ്റെ ഒരു ബോഡി വരും. ബോഡിയിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു ബുട്ടി വർക്ക് വരിക. ബോർഡർ സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്, ഒരു ഗോൾഡൻ സെറിയിലുള്ള സിമ്പിൾ ബോർഡർ. മുന്താണി നല്ലൊരു പേർപ്പിൾ, ബേബി പിങ്ക് ആൻഡ് ലാവൻഡർ ആ ഒരു ടോണിലാണ്, ഗ്രീൻ ടോണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. അതിലും ഒരു സ്മോൾ സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. വീണ്ടും കാന്താ വർക്കിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു ഫിനിഷ് ചെയ്യുന്നത്. ഇതാണ് മുന്താണിയുടെ ആ ഒരു ലുക്ക്, ഇങ്ങനെ വരും. സെയിം ആ ഒരു ഗോൾഡൻ സെറി വുവൺ ലൈൻ പാറ്റേണിൽ വിത്ത് സ്ലീവിൽ വരുമ്പോൾ ഹാൻഡ് വർക്ക് വരുന്നുണ്ടാവും കേട്ടോ. ബ്ലൗസിന്റെ സ്ലീവിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും വരും. വീണ്ടും ലാവൻഡർ പിങ്ക് തന്നെയാണ് ഫാബ്രിക് വരുന്നതും, സോഫ്റ്റ് സെമി സിൽക്ക് തന്നെയാണ്. ആ വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിന്റെ ബോഡി വരുമ്പം ഫുൾ ആ ഒരു ഹാൻഡ് വർക്കിലുള്ള ബുട്ടി വർക്ക് ആയിരിക്കും സാരി വരുന്നത് കേട്ടോ. സ്മോൾ ബുട്ടി വർക്ക്, അത് ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും ആ ഒരു ബുട്ടി വർക്ക് വരുന്നത്. കൂടാതെ ബോഡി കംപ്ലീറ്റ് ഒരു വെർട്ടിക്കൽ ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട്. ഇതിന്റെ മുന്താണിയിൽ നല്ല പാറ്റേണിലാണ് വർക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലായിരിക്കും മുന്താണിയിൽ വർക്ക് വരുന്നത്. നല്ലൊരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ നല്ലൊരു മൾട്ടി കളർ പാലറ്റിലായിരിക്കും ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത് സാരിയിൽ. കൂടാതെ ഒരു ഗോൾഡൻ സെറി, ഒരു വുമൺ സ്റ്റൈലുള്ള പാറ്റേണും വരുന്നുണ്ട്. ഞാൻ ക്ലോസർ ഷോട്ട് കാണിക്കാം സാരി. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരുന്നത് സാരിയിൽ. ഇതിനും ഒരു സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്. ബോഡി വരുമ്പം ഒരു ഗോൾഡൻ സെറിയിലുള്ള ഒരു തിൻ ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ആ ഒരു ബുട്ടി വർക്കിലായിരിക്കും വരുന്നത് കണ്ടോ. ഈ ഒരു പാറ്റേണിലൂടെ ബുട്ടി വർക്ക് വരുന്നുണ്ട്. പല്ലു ജൂട്ടാണ്, പല്ലുവിന്റെ ഫാബ്രിക് വരുന്നത് ജൂട്ടാണ്. ബോഡി വരുന്നത് സെമി സിൽക്ക് ആയിരിക്കും കേട്ടോ. ഈ ഒരു പാറ്റേണിലാണ് മുന്താണിയിൽ ഹാൻഡ് വർക്ക് വരുന്നത്. നല്ലൊരു കളർ പാലറ്റിലാട്ടോ. അത് കഴിഞ്ഞ് ഗോൾഡൻ സെറിയിലുള്ള ഒരു വുമൺ ഡിസൈൻസ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലായിരിക്കും പല്ലു.
എന്താണ് ബ്ലൗസ് വരുന്നത് ജൂട്ടിൽ തന്നെയാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ആ ഒരു വർക്ക് വരുന്നുണ്ടാവും. ഞാൻ കാണിക്കാം ബ്ലൗസ്. ഈ ഒരു പാറ്റേണിലുള്ള വർക്ക് ആയിരിക്കും ബ്ലൗസിൻ്റെ ആ ഒരു സ്ലീവിൽ വരുന്നത്. ഒരു 3 ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും സ്ലീവിൽ വരുന്നത്. സെയിം പാറ്റേണിൽ തന്നെ വരുന്നത് കേട്ടോ. ആ ഒരു ബെയ്ജാണ്, ചിക്കു ബ്ലെൻഡഡ് ബെയ്ജാണ് സാരിയുടെ കളർ വരുന്നത്. സെമി സിൽക്ക് തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഹാൻഡ് വർക്കിലുള്ള മോട്ടീവ്സ് ആയിരിക്കും സാരിയിൽ വരുന്നത്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. ഫുൾ ഹാൻഡ് വർക്കിലുള്ള പല്ലു ആയിരിക്കും സാരി വരുന്നത്. സെയിം ഡിസൈൻ തന്നെ. ഇതിന് മുൻപ് കാണിച്ച സാരിയുടെ തന്നെ കളർ ചേഞ്ചാണ് വരുന്നത്. പല്ലു വരുമ്പോൾ ജൂട്ടാട്ടോ, ജൂട്ടിലായിരിക്കും ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നത് മുന്താണിയിൽ. നല്ല പാറ്റേണിലാണ്. ബോഡിയിൽ ആ ഒരു വെർട്ടിക്കൽ ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട്. ഒരു ലൈൻ വന്നിട്ട് അതിലായിരിക്കും ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ മോട്ടീവ്സ്, സിമ്പിൾ മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. മുന്താണിയാണ് ഈ സാരീസിൻ്റെ മെയിൻ ആ ഒരു ഹൈലൈറ്റ് വരുന്നത്. ഒരു സെമി സിൽക്ക് ആയിരിക്കും കേട്ടോ സാരിയുടെ ഫാബ്രിക്. ഒരു സെമി ജൂട്ട്, സെമി സിൽക്ക് ആ ഒരു പാറ്റേണിൽ വരുന്ന ഫാബ്രിക്കാണ് വരുന്നത്. ബ്ലൗസ് ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസിൽ വർക്ക് വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്ന പ്യുവർ ക്രേപ്പ് സിൽക്കാണ് സാരി വരുന്നത്. നല്ല പാറ്റേണിലാട്ടോ ഫുൾ സാരിയും വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. നല്ലൊരു ലഹരിയ ഡിസൈനിൽ അജ്രക് പാറ്റേണിലാണ് സാരി വരുന്നത്. ഫുൾ സാരിയും ഈ ഒരു പാറ്റേൺ വരും. ഇതിനൊരു എക്സാക്ട് ഒരു കളറായിട്ട് പറയാനില്ല, നല്ലൊരു മൾട്ടി കളർ പാരറ്റിൽ ബേസ് വരുന്ന ഒരു റസ്റ്റിക് ടോണിലാണ്. റസ്റ്റിക് ടോണിൽ നല്ലൊരു ഡിസൈനിലാണ് വരുന്നത്. സോഫ്റ്റ് പ്യുവർ ക്രേപ്പ് ആണ് സാരിയുടെ ഫാബ്രിക്. ഡബിൾ സൈഡിലും ആ ഒരു അജ്രകിൽ തന്നെ ആയിരിക്കും ബോർഡേഴ്സ് വരുന്നത്. മുന്താണി വരുന്നതും സെയിം സ്റ്റൈലിൽ തന്നെ. ക്ലോസ് ഷോട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഫുൾ ആ ഒരു ഡിസൈനിലാണ് പാറ്റേൺ വരിക. വിത്ത് അജ്രക് ബോർഡർ. സെയിം ബോർഡറിൻ്റെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും അജ്രക്കിലുള്ള മുന്താണി വരുന്നത്. സെയിം അതേ ഡിസൈനിൽ ബ്ലൗസും വരുന്നുണ്ട്. നല്ലൊരു ലഹരിയ ഡിസൈൻ, ഒരു ഡയഗണൽ പാറ്റേണിലാണ് ഈ അജ്രക് ഡിസൈൻസ് വരുന്നത്. മുന്താണി, ബ്ലൗസ്. പ്യുവർ ക്രേപ്പ് സിൽക്കാണ് ഫാബ്രിക്. അടുത്ത സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് പ്യുവർ ലിനൻ ടെസറാണ്. ലിനനും ടെസറും കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന നല്ലൊരു ഫാബ്രിക്കാണ് സാരി. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേൾ ക്രീമാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഇതിൽ ഡിസൈൻസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. കംപ്ലീറ്റ് ആ ഒരു ലാവൻഡർ, പേർപ്പിൾ, ബ്ലൂ ആ ഒരു ടോണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് കേട്ടോ. വിത്ത് സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ഈ ഒരു പാറ്റേണിലാണ് ബോർഡർ വരുന്നത് സാരി. പ്യുവർ ലിനൻ ടെസറാണ് ഫാബ്രിക് വരുന്നത് സാരി. ഒരു ഗോൾഡൻ സെറി ലൈൻ പാറ്റേൺസിലായിരിക്കും മുന്നേറിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. സിമ്പിൾ ഒരു ലൈൻ പാറ്റേണിലാണ്. അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ബ്ലൗസും വരുന്നത്. സെയിം ഫാബ്രിക് തന്നെ കേട്ടോ അടുത്തതും. പ്യുവർ ലിനൻ ടെസർ തന്നെ സാരിയുടെ ഫാബ്രിക്. ആ ഒരു കളർ പാലറ്റ് മാറിയിട്ടുണ്ട് ഡിസൈനിലെ. ഇതിൽ വരുമ്പോൾ നല്ലൊരു ടെർക്കോയിസ്, ബ്ലൂ, ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ്. എന്താണ് ബ്ലൗസ്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ കളക്ഷൻസ് ആയിരുന്നു. ഡിഫറെന്റ് ഫാബ്രിക്കിൽ നമുക്ക് ഡിഫറെന്റ് ഒക്കേഷന് ഡ്രേപ്പ് ചെയ്യാവുന്ന കളക്ഷൻസ് ആയിരുന്നു. ലാസ്റ്റ് സാരിയാണ് പ്യുവർ ലിനൻ ടെസർ തന്നെ ഫാബ്രിക് വരുന്നത്. പേൾ ക്രീം കോമ്പിനേഷൻ, ഫ്ലോറൽ ഡിസൈൻസ്, ഡബിൾ സൈഡ് ബോർഡർ. മുന്താണിയിൽ ആ ഒരു ലൈൻസ് വരുന്നുണ്ട് കേട്ടോ. എൻഡിൽ വരുമ്പോൾ ഒരു ഗോൾഡൻ സെറി ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ്.